പൈശാചികമായ ഒരുപാട് ചെയ്തികളിലൂടെ ഈ ലോകത്തെ വരിഞ്ഞു മുറുക്കുന്ന അമേരിക്കക്കെതിരെ എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ശബ്ദിക്കുന്നില്ല എന്നുള്ള ചോദ്യം മുതലക്കുളം മൈതാനിയിൽ നിന്ന് ഉയരുമ്പോൾ അത് കേവലപരമായ ഒരു സമുദായത്തിന്റെ ശബ്ദമല്ല, ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ നയിക്കേണ്ട ഒരു ആത്മീയ ശ്രേഷ്ഠൻ അർത്ഥവത്തായ രീതിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളത് ലോകം തിരിച്ചറിയണം. ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ, ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ബറേലിയിൽ, ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി തന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി സഹപാഠികളെ ഒരു കഫേയിലേക്ക് ക്ഷണിച്ചു. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി. ആ കുട്ടി ക്ഷണിച്ചവരുടെ പട്ടികയിൽ 2 മുസ്ലിം യുവാക്കളുണ്ടായിരുന്നു. ഒരു ഹിന്ദു പെൺകുട്ടി തന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി വിളിച്ചവരിൽ 2 മുസ്ലിം ചെറുപ്പക്കാർ ഉണ്ടെന്ന ഒരു കാരണത്താൽ വർഗീയ തിമിരം പൂണ്ട കാബാലികർ ആ കഫയിലേക്ക് ഇരച്ചു കയറി ആ കഫയെ അടിച്ചു തകർത്തു. ആ 2 മുസ്ലിം ചെറുപ്പക്കാരെയും അതിശക്തമായ പീഡനത്തിന് ഇരയാക്കി. ബറേലിയിൽ പോയ മാധ്യമപ്രവർത്തകരോട് വിധിപ്പിക്കൊണ്ട് ആ ഹിന്ദു പെൺകുട്ടി പറഞ്ഞു, എന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനിനി മതം നോക്കണോ? ആ പ്രാകൃതമായ, പ്രാചീനമായ ആ കാലഘട്ടത്തിലേക്ക് ഈ ആധുനിക യുഗത്തിൽ നമ്മൾ മടങ്ങേണ്ടി വരുമോ എന്ന പെൺകുട്ടി വിധിപ്പിക്കൊണ്ട് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. ഒരുപക്ഷെ മതത്തിന്റെയും ജാതിയുടെയും കള്ളുകളിലേക്ക് കേരളത്തിലെ ജനത പോലും ഒതുങ്ങാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഉസ്താദ് ഈ കേരള പര്യടനം നടത്തുന്നത്. അതിനർത്ഥം കേരളം തീർത്തും സുരക്ഷിതമാണെന്നല്ല. വർഗീയതയുടെ വിഭജനത്തിന്റെ ഒരുപാട് പരുന്തുകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ റാഗിപ്പറക്കുന്നുണ്ട്. നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സാഹോദര്യത്തിന്റെ, മതമൈത്രിയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഉസ്താദിനെ പോലുള്ള ആൾക്കാർ മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് പതാകയേന്താൻ ഇനിയും 10,000 ഈ സംസ്ഥാനത്ത് വേണമെന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റായ്പൂരിൽ, ഇതുവരെ പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ഇവിടെ മാധ്യമപ്രവർത്തകർ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ക്രിസ്മസ് ദിവസം ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് ദേവാലയങ്ങളും ക്രിസ്മസ് പാപ്പയും നക്ഷത്രങ്ങളൊക്കെ അടിച്ചു തകർക്കപ്പെട്ടു. ഏതാനും പേരെ പേരിന് റായ്പൂരിലെ ജയിലിലാണ്. അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ സംഘ് പരിവാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഘോഷയാത്ര ക്രൈസ്തവരെ ആക്രമിച്ച സ്കൂളുകളും ദേവാലയങ്ങളും തല്ലി തകർത്തവരെ ആഘോഷമായി സ്വീകരിച്ച് റായ്പൂരിന്റെ തെരുവീതിയിലൂടെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് അവർ നീങ്ങുന്ന ഒരു ദൃശ്യം. അവർ വിളിച്ച ഒരു മുദ്രാവാക്യത്തോടൊപ്പം ഒരു കീർത്തനവും ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു കീർത്തനമാണ് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം. രാമനെ സ്തുതിക്കുന്ന ഒരു കീർത്തനമാണ്. പക്ഷേ ഈ കീർത്തനത്തിൽ ഒരു വരി കൂടി മഹാത്മാഗാന്ധി
സ്വാതന്ത്ര്യ പ്രക്ഷോഭകാലത്ത് എഴുതി ചേർത്തിരുന്നു. ഈശ്വർ അല്ലാ തേരാ നാം സബ്കോ സന്മതി ദോ ഭഗവാൻ. ഈശ്വരനും അള്ളയും ഒക്കെ ഒന്നാണ്. ഏവർക്കും